ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫുഡ്ജറ്റിൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്, അതായത് ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം നമുക്ക് പിസയുടെ ഡോ തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒനിയന്, മഷ്റൂം, ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലെങ്കിലും മഷ്റൂം ഇല്ലെങ്കിലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ടേസ്റ്റിന് ഒരു മാറ്റവും വരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ വെജിറ്റബിളും എടുക്കാവുന്നതാണ് കേട്ടോ. ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മഷ്റൂമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എല്ലില്ലാത്ത ബ്രസ്റ്റിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് സമയമൊന്നും നമുക്കിതിനായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതും പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിൽ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 6 കഷ്ണം ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റാക്കി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ചീസാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമ്മുടെ പിസ്സയുടെ സോസ് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ദോശ പാനിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ പാൻ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നോർമലി കേക്കൊക്കെ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ. ഇനി ഇത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 10 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ സൈഡിലുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടാവും. വളരെ സമയലാഭമുള്ള ഒരു സ്നാക്കുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്